Smoking is injurious to health. Smoking causes cancer. കൊഞ്ചൽ മൊഴിയുള്ള ഇളം കാറ്റിലൂടെ നീ ഒഴുകി ഒഴുകിയെങ്ങോ കാട്ടുമുല്ലേ കാട്ടുമുല്ലേ. ഗോപിച്ചേട്ടനോ? ഞാൻ കരുതി ചേട്ടൻ ഇന്ന് വരില്ലായിരിക്കും. താമസിച്ചു പോയി. താമസിച്ചാലും എനിക്ക് വരാതിരിക്കാൻ പറ്റൂ? അത് പിന്നെ എനിക്കറിയില്ലേ. ചേട്ടൻ ചായ കുടി. ഗോപിച്ചേട്ടാ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അതോ അതെല്ലാം മറന്നോ? ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ ഇയാള്? അല്ല മോനെ കോശി, ചേട്ടൻ വേണ്ടതൊക്കെ ചെയ്യും. നിന്നെ ഏടാ വക്കാലത്തിന് വിളിച്ചത്? നീ പോടാ. അല്ലെങ്കിൽ നിന്നെ പോലുള്ളവന്മാരെ ഇതിനൊക്കെ വക്കാലത്ത് പിടിക്കാൻ വരുന്നത്. അവൻ പക്ഷം പിടിക്കാൻ വന്നേക്കുന്നു. ഞാൻ വേണ്ടത് ചെയ്യാൻ കോശി. എനിക്ക് അല്പം കൂടെ സമയം വേണം. വെറുതെ പൊടിയനോട് വഴക്കുണ്ടാക്കണ്ട. ഇനി വഴക്കിനൊന്നും ഞാൻ വരുന്നില്ല. മുഴുവൻ എണ്ണത്തിനെ ഞാൻ തല്ലിക്കൊന്നോളയും. മഹാഭാവം ചെയ്യല്ലേ എന്റെ കോശി. മഹാഭാവോ? നീ എന്തോ പറയുന്നേ? അപ്പൊ ഇവിടെ മനുഷ്യന് ഇത്ര വിലയുള്ളൂ? അല്ലേ തന്നെ തനിക്കെന്തുവാ ഇതിലൊക്കെ ലാഭം മാത്രമല്ലേ ഉള്ളൂ? ഇട എന്റെ പൊടി കൊച്ചിനെയാണ് ഇയാളുടെ പട്ടി കടിച്ച് പറിച്ചത്, അറിയാമോ? മോനെ, അതിന് ഗോപിച്ചേട്ടൻ എന്ത് പിഴച്ചു? കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോകാനും കുത്തിവയ്പ് എടുക്കാനും അദ്ദേഹം അല്ലേ കൂടെ നിന്നത്? വലിയ കാര്യമായിപ്പോയി കൂടെ വന്നത്. ഇട ഈയൊക്കെ പട്ടി എന്ന് പറഞ്ഞാൽ പ്രാന്താണ്. ഒന്നും രണ്ടും ആണോ? നാട്ടിലുള്ള എല്ലാ പട്ടികളെ വീട്ടിൽ കൊണ്ടിട്ടേക്കുന്നത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി. അടിച്ച് പല്ല് പറിക്കേണ്ട സമയം മനസ്സിലാക്കാം. നീ ഉപദ്രവിക്കല്ലേ. നീ പോണ എല്ലാം മനസ്സിലാക്കാൻ ഇയാൾക്ക് കൊള്ളാം കേട്ടല്ലോ. അവന്റെ ഒരു പട്ടി. ഗോപിച്ചേട്ടാ, ഗോപിച്ചേട്ടാ, ആൾക്കാരൊക്കെ പറയുന്നത് ശരിയല്ലേ? ഇതിപ്പോ എത്രാമത്തെയാ? ചേട്ടൻ ഇതിനെയൊക്കെ പറയാൻ ആർക്കെങ്കിലും പൊടി ചേട്ടാ. പൊടിയ നിനക്കറിഞ്ഞൂടെ കാര്യങ്ങള്? ആ കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ ആർക്ക് കൊടുക്കാനാ? ആർക്ക് അവരെ ആവശ്യം? ചേട്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? കോശി പറഞ്ഞതിലും കാര്യമല്ലേ? അവന്റെ കുഞ്ഞിനെ അല്ലേ പട്ടി കടിച്ചത്? അവന് തെണ്ണം കാണത്തില്ലേ? ഞാനിപ്പോ എന്ത് ചെയ്യാനാ? ചേട്ടാ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ചേട്ടന്റെ അയൽക്കാരൊക്കെ പഞ്ചായത്തിൽ പരാതി കൊടുത്തിരിക്കുക. വല്ല കേസോ പുക്കാറൊക്കെ ആയാൽ എന്ത് ചെയ്യും? നോക്കാം. എന്റെ മക്കൾക്കുള്ളതാ. ഞാൻ പോട്ടെ. ആ പറ്റില്ലെനിക്കോ പെൻഷൻ കിട്ടുമ്പോ ഓ തരാം. ശരി ശരി. എങ്ങനെ നടന്ന മനുഷ്യനായിരുന്നു. എല്ലാവർക്കും ഉപകാരി. ചന്തയിലെ ചുമട്ട് തൊഴിലാളി അല്ലായിരുന്നോ? ആ ആക്സിഡന്റോടുകൂടി ആർക്കും വേണ്ടാതായി. ഇപ്പൊ കുറെ പട്ടിയും പൂച്ചയും. പാവം. അപ്പോ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. നാളെ രാവിലെ 10 മണിക്ക് താൻ സ്റ്റേഷനിലെത്തണം. CI വന്ന് കാണണം. നീ കാരണം വലിയ തലവേദനയാണല്ലോടാ. കുറെ പട്ടിയും പൂച്ചയും.
ഇയാള് വരത്തില്ല സാറേ, പഠിച്ച കള്ളനാ. നമ്മൾ നാട്ടുകാർ കൈവച്ചാലേ മാറിയിക്കടാ. മാറിയേക്കടാ അങ്ങോട്ട്. സാറേ, ഇയാളെന്റെ 5 വയസ്സായ കുഞ്ഞിനെ പട്ടിയെ വിട്ട് കടുപ്പിച്ച ആളാ സാറേ. ഞങ്ങൾ നോക്കിക്കോളാം. നീ അങ്ങോട്ട് മാറിയിക്കടാ. സാറ് നോക്കിയേച്ചാ മതി. ഓരോരോ മാരണങ്ങൾ. നാളെ സ്റ്റേഷനിൽ എത്തിക്കണം, മനസ്സിലായോ? എന്നെ ഇനി ഒരു വരവും കൂടെ വരുത്തിക്കരുത്. വേണ്ടേ, ഇവനെ രാവിലെ ഞാൻ പറഞ്ഞു വിട്ടേക്കണം. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം കേട്ടോ. ശരി സാറേ. നാളെ രാവിലെ അവനെ എത്തുക. രാവിലെ ആവട്ടെ, അവനെ ഞാൻ ചവിട്ടിക്കൂട്ടും. ഗോപി ചേട്ടാ, ഇവിടെ എന്താ പ്രശ്നം? പോലീസുകാരൊക്കെ ഈ പട്ടികൾ തന്നെയാ ഇവിടുത്തെ പ്രശ്നം. ആ പ്രശ്നം പറയാനാ ഞാനും വന്നത്. കേട്ടോ, അടുത്തതും കൂടായി. അനുഭവിച്ചോ? ഗോപി ചേട്ടാ, ചേട്ടന്റെ പട്ടികൾ എനിക്ക് ഭയങ്കര പ്രശ്നമാണേ. ഇവിടെ പരിസരത്തുള്ള എല്ലാരും കൂടെ ചേർന്ന് പഞ്ചായത്തിൽ പരാതി തന്നിട്ടുണ്ടേ. ഇന്നലത്തെ പഞ്ചായത്ത് മീറ്റിംഗിലെ പ്രധാന ചർച്ച ചെയ്തായിരുന്നു. സംഗതി വിഷയാവുകയോ ചേട്ടാ. ഞാൻ ഈ വാർഡിലെ മെമ്പറാ. എനിക്ക് എല്ലാരും ഒരുപോലെ. ലളിത ചേച്ചിയും ഗോപി ചേട്ടനും എനിക്ക് വേണ്ടപ്പെട്ടവരായോണ്ടാ ഞാൻ ഇവിടെ ഒന്ന് പറയുന്നത്. ആ മെമ്പർ കാര്യം പറ. എന്റെ ലളിത ചേച്ചി എങ്കിലും കാര്യം മനസ്സിലാക്കുക. ഈ പട്ടികൾ നാട്ടിൽ മൊത്തം ശല്യ, എല്ലാരും പൊറുതി മുട്ടിയിരിക്കുക. ആ പറഞ്ഞുകൂടും മെമ്പറെ, അങ്ങനെ തലയിലോട്ടൊന്ന് കേറട്ടെ. ചേട്ടാ, ഇത്ര പട്ടികളെ ഒന്നും ഇങ്ങനൊന്നും വളർത്താൻ പറ്റത്തില്ല. അതിനൊക്കെ അതിൻ്റെതായ നിയമങ്ങളുണ്ട്. ആദ്യം ഇതിനെ എല്ലാം മൃഗാശുപത്രി കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഒരു വെറ്റിനറി ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്ന് ഇതിനെല്ലാം അസുഖം ഇല്ലെന്ന് ഉറപ്പ് വരുത്തി വാക്സിനേഷൻ എടുക്കണം. അപ്പൊ പഞ്ചായത്തിൽ നിന്നും ഹെൽത്തിൽ നിന്നൊക്കെ ഉദ്യോഗസ്ഥർ വരും, പരിശോധന നടത്തും. പിന്നെ ഉറപ്പുള്ള നല്ല കൂടുണ്ടാക്കി നല്ല ഭക്ഷണവും കൊടുത്ത് നാട്ടുകാർക്ക് ശല്യമാവാതെ അടച്ചിട്ട് വളർത്തണം. എല്ലാം ഓക്കെ ആണെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് ലൈസൻസും കിട്ടും. മനസ്സിലായോ? നന്നായി. അരി മേടിക്കാൻ പൈസ ഇല്ല, അപ്പോഴാ പട്ടിക്ക് കൂടും ലൈസൻസും. മെമ്പർ ഒന്ന് പോയി. ഞാൻ പോവുക. ഈ വീടുമായിട്ടുള്ള അടുപ്പം കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബാക്കിയൊക്കെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ വന്ന് പറഞ്ഞോളൂ. അയാൾക്കുള്ള ഒരു പട്ടി പറഞ്ഞ ഞാൻ ആരായി? മനുഷ്യ, നിങ്ങളുടെ പട്ടിപ്രേമം കാരണം എനിക്ക് പുറത്തോട്ടിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഈ പുല്ലിനെല്ലാം കൊണ്ട് കളയാൻ നോക്ക്. പോലീസും കേസും ആകെ നാണക്കേടായിരിക്കുക. ലളിതേ, പട്ടീന്ന് വിളിക്കാതെടി, അതെന്റെ മക്കളാടി. അധികം താമസിക്കാതെ മക്കളെ അപ്പനെയും നാട്ടുകാർ ശരിയാക്കിക്കോളും. അപ്പോഴേ ഇയാള് പഠിക്കത്തുള്ളൂ. ലളിതേ, ഞാനും ഒരിക്കൽ ഈ പട്ടികളെ പോലെ അനാഥനായിരുന്നടി. ആരും ഇല്ലാത്തവനായിരുന്നു. എന്തു പറഞ്ഞാലും ഒരു പഴംപുരാണങ്ങള്. ലളിതേ, ഈ മിണ്ടാ പ്രാണികൾക്ക് ഇച്ചിരി ആഹാരം കൊടുക്കുന്നത് പുണ്യമല്ലൂടി. ദൈവം നമുക്ക് മക്കളെയോ തന്നില്ല. എവരെയെങ്കിലും സ്നേഹിച്ച് നമുക്ക് ജീവിച്ചൂടെ? ദേണ്ടേ, ഞാനൊരു കാര്യം പറയുക. ഈ വയസ്സാം കാലത്തെ ഇതിന്റെ പേരിലെ ജയിലിൽ പാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇയാൾ ഈ പട്ടികളെ കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ കിടന്നു. ഞാൻ എവിടോട്ടെങ്കിലും ഇറങ്ങിപ്പോവും. എന്റെ ദൈവമേ, ആവശ്യമില്ലാത്തൊന്നും പറയാതെടി എന്റെ മക്കളെ കുറിച്ച്. നമ്മൾ ഈ പ്രായത്തിൽ എവിടെ പോവാനാടി? ഇത് കണ്ടല്ലോ, വിഷമായത്. ഒന്നുകിൽ ഈ പട്ടികളെ എല്ലാം ഞാൻ കൊല്ലും, ഇല്ലെങ്കിൽ ഇത് കഴിച്ച് ഞാൻ ചാവും. സത്യമായി ഞാൻ ഈ പറയുന്നു. മോളെ, നമ്മള് മോളെ മോളെ ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഗോപി ചേട്ടാ, ചേട്ടന്റെ പട്ടികൾ എനിക്ക് ഭയങ്കര പ്രശ്നമാണേ. അടിച്ച് പല്ല് പറിക്കേണ്ട സമയം കഴിഞ്ഞു. ഇത് കണ്ടല്ലോ, വിഷമായത്. മക്കളെ നമ്മളെ ആർക്ക് വേണ്ടടി? ഇങ്ങനെ ഇതുവരെ എഴുന്നേറ്റില്ലയോ? എന്തോ പറ്റി? ശോ,
ഇതെന്താ പറ്റി? ഗോപിച്ചേട്ടാ, ഗോപിച്ചേട്ടാ, അയ്യോ ഗോപിച്ചേട്ടാ, ഗോപിച്ചേട്ടാ കണ്ണു തുറക്കൂ ഗോപിച്ചേട്ടാ, ഗോപിച്ചേട്ടാ, അയ്യോ എന്താ പറ്റി? ഗോപിച്ചേട്ടാ, ഗോപിച്ചേട്ടാ, അയ്യോ ഗോപിച്ചേട്ടാ, നിങ്ങൾ എന്താ ഈ കാണിച്ചേ? ഗോപിച്ചേട്ടാ, ഗോപിച്ചേട്ടാ, നീ എപ്പോഴെങ്കിലും എന്നെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ ഈ പട്ടികളെ ഞാൻ കൂടെ കൂട്ടില്ലായിരുന്നു. ആരും തരാത്ത സ്നേഹം അവറ്റകളായിരിക്കും നൽകിയത്. അവരെ ആരും കൊല്ലുന്നത് എനിക്ക് അയ്യോ ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്, എനിക്കിതൊന്നും താങ്ങാൻ കഴിയുന്നില്ല. നീ നാളം വയ്ക്കണ്ട. എന്റെ കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ വെച്ചിരുന്ന വിഷം ഞാൻ കുടിച്ചു. അയ്യോ നീയും കുടിക്കണ്ട, അവറ്റകൾക്ക് കൊടുക്കണ്ട. ഞാൻ പോയിക്കോളാം. ഗോപിച്ചേട്ടാ, ദൈവമേ, എന്റെ ഞാൻ മക്കളെ എന്തുവായി കൊല്ലല്ലേടി. കേൾക്കുന്നത്? ഗോപിച്ചേട്ടാ, ഗോപിച്ചേട്ടാ, ഞാൻ പോവാടി. ഗോപിച്ചേട്ടാ, 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 ഗോപിച്ചേട്ടാ.